ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, ഉം, ഒരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് നേരത്തെ അങ്ങനെ അപ്ലോഡ് ചെയ്യുക ഒരു കൺസിസ്റ്റൻസി ഒന്നും ഇല്ല, എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡറും വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ മടിയൊക്കെ ഇനി മാറ്റി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തോന്നിയ പോലെ ജീവിച്ചാൽ പറ്റത്തില്ല. നമ്മളൊരു ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്, നമ്മൾ ആ ഒരു പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ആ ഒരു സക്സസ്ഫുള്ളി നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നാക്കുടക്കി നാക്കുളുക്കി നാക്കുളുക്കി കേട്ടോ, സക്സസ്ഫുള്ളി അപ്പം പോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദാണ്ടെ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വളരെ സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേസ്ലെറ്റ്. നമുക്ക് പല കളേഴ്സിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മൾ കോമൺ കളേഴ്സ് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും. ഈ സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചൊരു മിസ് എനിക്ക് വാങ്ങിച്ചു തന്നാ കേട്ടോ. ഇത് ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ജ്വല്ലറീസ് ഇടുന്ന സ്റ്റാൻഡ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കിട്ടും. നല്ലൊരു സ്റ്റാൻഡ്, പൊടി പിടിച്ചിരിക്കുമല്ലോ. ഞാൻ പിന്നെ പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി സെറ്റായി കൊണ്ട് വന്നതാണ്. അപ്പം ഇതിന് ആദ്യത്തേത് വാട്ടർ പേളും രണ്ടാമത്തേത് ക്രിസ്റ്റൽ ബീഡ്സിലും ആട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ബീഡ്സ് തന്നെ കൈ വേദന എടുക്കുക. ക്രിസ്റ്റൽ ബീഡ്സ് തന്നെ പല ഷേപ്പിലും പല സൈസിലും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാൻ എക്സസൈസ് നിർത്തിയിരിക്കണം. അതിൻ്റെ ഇതെനിക്ക് കാണാനും ഉണ്ട്. നമ്മൾ ഡെയിലി ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ എക്സസൈസ് എപ്പോഴും നമ്മൾ ചെയ്യണം. ഈ പറയുന്നത് ഞാനും ചെയ്യാറില്ല, എനിക്കും മടിയാണ്. പക്ഷേ നമ്മളങ്ങനെ ചെയ്തെങ്കിലേ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിളും അതുപോലെ തന്നെ നമുക്ക് വണ്ണമൊന്നും കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഉന്മേഷം തോന്നും. ഒരു ചെറിയൊരു ഉന്മേഷം നമുക്ക് തോന്നും. അപ്പം അങ്ങനെ നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് തോന്നും. ആ ഒരു മടി നമുക്കങ്ങ് മാറും. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതങ്ങ് ഫോണിൻ്റെ ചാർജ് തീരാറായി. അതിനെ കൊണ്ടുപോയി കുത്തിയിടണം. കുത്തിയിട്ടിട്ട് വേണം, അതിൻ്റെ ഇടയ്ക്ക് ഒരു സിഗ്നൽ കാണിച്ചായിരുന്നു. അപ്പോൾ ചാർജ് 15 ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എന്ന് പറഞ്ഞൊരു സൗണ്ടൊക്കെ കേൾക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് എക്സസൈസ് നമ്മൾ എപ്പോഴും ചെയ്യണം. നമുക്ക് വണ്ണം കുറയുന്ന നമ്മുടെ ബോഡിക്ക് ഒരു ഉന്മേഷം കിട്ടും. വണ്ണം കുറയുന്നത് കുറയട്ടെ, ബോഡിക്ക് ഒരു ഉന്മേഷം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മടി ഫീൽ അങ്ങ് മാറും. അത് സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും ജസ്റ്റ് ഒരു പാർട്ടായി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയുടെ പാർട്ടായിട്ട് നമ്മളത് കൊണ്ടുപോവുകയാണെങ്കിൽ, നമ്മുടെ ദിവസത്തെ ഒരു പാർട്ടായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ജസ്റ്റ് എൻ്റെ ആ ഒരു മടിയും ആ ഒരു നമ്മുടെ ആ ഒരു മടിയൊക്കെ മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പിന്നെ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞില്ല, ബ്രേസ്ലെറ്റ് മേക്കിംഗ് വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പം വളരെ ചെറിയൊരു ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ്, വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം തീരാറായി, കൈ വേദന എടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. അതുപോലെ തന്നെ എനിക്ക് ചായത്ത് കുത്തിയിട്ടിട്ട് ചാർജൊക്കെ ആക്കിയിട്ട് വേണം ഇതെല്ലാം കൂടി ഇനി ഒത്തുചേർത്ത് സെറ്റ് ചെയ്ത് നിങ്ങളെ ഇനി കാണിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പറഞ്ഞായിരുന്നല്ലോ, ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം ലൈഫ് ഏകദേശം ഒരു പീസ്ഫുള്ളിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്ന് ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആട്ടോ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെയിൻ എന്ന് പറഞ്ഞേക്കുന്നത് മോത്തിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിനാണ്. അപ്പം ഇതുപോലെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു ഗോൾഡിൻ്റെ തന്നെ ഈ ഒരു മറ്റേ ബാക്ക് ചെയിൻ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം ഞാൻ ആ ഒരു നമ്മുടെ ഗോൾഡ് പ്ലേറ്റ് മറ്റേ ചെറിയ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ ആ ഒരു അറ്റത്തെ ആ ഒരു കണ്ണി ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ ബാക്ക് ചെയിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 2-3 കണ്ണി മതിയായിരിക്കും. ശരിക്കും നമ്മുടെ ആ ഒരു കൈയുടെ ലെങ്ത് നോക്കിയിട്ട് വേണം. ഇപ്പം ആരെങ്കിലും കസ്റ്റമൈസേഷൻ വർക്കുകൾ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നമ്മുടെ കൈയുടെ ആ ഒരു വണ്ണം നമ്മൾ നോക്കണം. നമ്മൾ റിസ്റ്റിൻ്റെ ആ ഒരു വണ്ണം നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു കറക്റ്റ് ലെങ്ത് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കുന്നത് റിസ്റ്റിൻ്റെ ആ ഒരു ലെങ്താണ് നോക്കുന്നത്. നമ്മുടെ കൈയുടെ ആ ഒരു ആദ്യത്തെ മടക്കിൻ്റെ ആ ഒരു ലെങ്താണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞിട്ട്
ഞാനാണെങ്കിൽ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫാൻ ഇടാതെ ഒരിടത്തും ഇരിക്കാനും പറ്റത്തില്ല. മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഫാൻ ഇടാതെ പറ്റത്തില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വേർക്കും. എൻ്റെ ബോഡി എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് വേർക്കുന്നൊരു ടൈപ്പ് ബോഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള ഗ്ലാസ് പേൾസിനെക്കാട്ടിലും പേളൊക്കെ എടുക്കുകയാണെങ്കിൽ, നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള പേൾസൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ ക്രിസ്റ്റൽ, നമ്മുടെ ഷേപ്പ് വേറെയാട്ടോ. മറ്റേ റോണ്ടല്ലേ ഷേപ്പായിരുന്നു, ഇത് വേറൊരു ട്രയാങ്കിൾ പോലത്തെ ഒരു പ്രിസം കണക്കത്തെ ഷേപ്പാണ്. അപ്പോൾ ഒരുപാട് ഷേപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷേപ്പൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് വേറൊരു ടൈപ്പ് ക്രിസ്റ്റൽ ബീഡ്സ് തന്നെയാണ്, ബ്ലാക്ക് തന്നെയാണ്, അതിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് വ്യത്യാസമുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ബീഡ്സ് ആണെങ്കിൽ ഫ്യൂസ് സ്റ്റാറിൽ വെച്ചിട്ട് ഫ്യൂസ് സ്റ്റാർ എന്നൊക്കെ പറയും. അത് ഗോൾഡൻ കമ്പിയും കിട്ടും, സിൽവർ കമ്പിയും കിട്ടും, ആൻറ്റീക്കിൻ്റെ കളറുള്ള കമ്പിയും കിട്ടും. പിന്നെ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇത്രയും കമ്പികളാണ് കണ്ടിട്ടുള്ളത്. ഇത് പക്ഷേ നല്ല ചെറിയൊരു കമ്പിയാണെന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയാണ്. കയ്യിലൊക്കെ കയറിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നിയൊന്നും പറയണ്ട. അപ്പോൾ അങ്ങനെ ഫ്യൂസ് സ്റ്റാർ വെച്ച് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും, ജസ്റ്റ് ഒന്ന് ചുറ്റി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു ലെങ്ത് ഇപ്പോൾ ഒരിടത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഒരിടത്ത് ബീഡ് ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ടൊരു ഒരു 4-5-6 കണ്ണി വിട്ടിട്ട് വേണം അടുത്ത് ഇടാൻ. ജസ്റ്റ് ഇങ്ങനെ ഒരു ലെവൽ പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഏങ്കോണിച്ചൊന്നും അങ്ങനെ തോന്നിയ രീതിയിൽ ഇടാതിരിക്കുക. കറക്റ്റായിട്ട് ആ 5-6 കണ്ണി വിട്ടിട്ട് അടുത്ത് ഇടുക, വീണ്ടും അത് കഴിഞ്ഞിട്ട് 5-6 കണ്ണി വിട്ടിട്ട് അടുത്ത് ഇടുക. അങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ലാസ്റ്റിൽ നമ്മൾ എക്സ്ട്രാ കണ്ണികളോട് വെച്ചിട്ട് ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് നമ്മളവിടെ നിർത്തുകയാണ്. പിന്നെ എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പീസ്ഫുള്ളി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ എണീക്കുന്നു, ഉറങ്ങുന്നു, വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നു, വീഡിയോസൊക്കെ എടുക്കുന്നു. അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ വെളിയിൽ നമുക്കിങ്ങനെ പുറത്തൊന്നും അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത്. ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിൽ തന്നെ മാത്രമായിട്ട് ഇത് തന്നെയാണ് കരിയർ എന്ന് വിചാരിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ജോലിക്ക് പോയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ എപ്പോഴാണ് പറഞ്ഞു വിടുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു ബാക്കപ്പ് ഓപ്ഷൻ എപ്പോഴും നമ്മുടെ കയ്യിൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ജോലി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സൂടെ നമുക്ക് എപ്പോഴും നമുക്ക് ജസ്റ്റ് ഒന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു ബാക്കപ്പ് ഓപ്ഷൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബാക്കപ്പായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സെയിലും പിന്നെ ഈ ഒരു യൂട്യൂബും അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും വഴി കൂടെ നമ്മൾ നോക്കണം. നമ്മളെപ്പോഴും ഫിനാൻഷ്യലി എപ്പോഴും നമ്മൾ അത് എല്ലാ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഏജിലുള്ളവരാണെങ്കിലും അല്ല എൻ്റെ ഏജിനെക്കാട്ടിലും ചെറിയ ആൾക്കാർ കാണുന്നുണ്ട്. നമ്മളെപ്പോഴും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നമ്മുടേതായ ആവശ്യങ്ങൾക്കുള്ള പൈസ എപ്പോഴും നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മൾ വേറൊരാളെ എത്ര നാൾ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പണി നമുക്ക് എന്താണോ അറിയാവുന്ന പണി എന്താണോ അതും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒക്കാത്ത പണി ചെയ്യാതെ അറിയാവുന്ന പണി എന്താണോ, അതിപ്പം ടീച്ചിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ താനെ വന്നോളും. അപ്പോൾ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ